അവസാനായിട്ട് ചോദിക്കാണ്, മൂക്കുത്തി നീ തിരിച്ചു തരുന്നുണ്ടോ ഇല്ലയോ? അവസാനായിട്ടല്ല, നിങ്ങൾ എത്ര വട്ടം ചോദിച്ചാലും എനിക്കൊറ്റ മറുപടി മാത്രമേ ഉള്ളൂ അമ്മേ. ഞാനത് എടുത്തിട്ടില്ല, എന്റെ പക്കലതില്ല. അതെവിടെയാണെന്ന് അത് എടുത്തവർക്ക് മാത്രമേ അറിയൂ, ഇവിടുത്തെ അമ്മയ്ക്കേ അറിയൂ. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല അമ്മേ. മുത്തേ പൊന്നേന്ന് വിളിച്ച് കൊഞ്ചിച്ചു ചോദിച്ചാ പറയില്ല, ഒന്നങ്ങ് പൊട്ടിച്ചാ പറഞ്ഞോളൂ, അല്ലെങ്കിൽ പോലീസിനോട് പറഞ്ഞോളൂ. നീ പറഞ്ഞത് അതിന്റെ ശരി. അച്ഛന്റെ അമ്മയുടെയൊക്കെ ചോദ്യം കേൾക്കുമ്പോ വടി ഒടിയേ മരുതെന്ന പാമ്പ് ചാവേ വേണമെന്ന മട്ടില്ല. കുനിച്ചു നിർത്തി 4 കൊടുത്താ വലിയ വലിയ തീവ്രവാദികൾ വരെ സത്യം പറയും. അപ്പൊ പിന്നെ അവനിക്ക് സത്യം മറച്ചു വെക്കാൻ പറ്റുമോ? അമ്മ ഇങ്ങനെ സ്നേഹത്തോടെ ഡീൽ ചെയ്താ ഈ കോടതിക്ക് കോടിക്കണക്കിന് വർഷം കഴിഞ്ഞാലും ഉത്തരം കിട്ടില്ല. പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്ക്. ഇപ്പോഴേ കുറെ സമയം കൊടുത്തു, എന്നിട്ട് പോലും അവൻ ഇതുവരെ സത്യം പറഞ്ഞിട്ടേ ഇല്ല. ഉറപ്പായിട്ടും ചേച്ചി അനിയത്തിയും കൂടെ ചേർന്ന് മൂക്കൂത്തി ഏതെങ്കിലും മാർവാടിക്ക് കൊണ്ട് കൊടുത്ത് വിറ്റ് കാണും. നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്റെ തല ചിന്നിച്ചിതറിയനെ കാവ്യ. ആവനി, നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞിരുന്നല്ലേ? മൂക്കുത്തി തിരിച്ചു കൊടുത്ത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാതെ നീ നോക്ക്. എന്റെ അടുത്തില്ലെങ്കിൽ ഞാനത് എവിടുന്ന് തിരിച്ചു കൊണ്ട് തരാനായിട്ടാ? എത്ര തവണ ചോദിച്ചിട്ടും ഇന്നലെ തൊട്ട് നീ ഇത് തന്നെ പറയുന്നേ. ഇനി നിന്നോട് ക്ഷമിക്കാനാവില്ല. മുക്കുത്തി തിരിച്ച് അമ്മയുടെ സന്നിധിയിലേക്ക് തന്നെ എത്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം. നിനക്ക് ഇനി ഈ വീട്ടിൽ കഴിയാനുള്ള അർഹതയില്ല. ഇറങ്ങിപ്പോ. ഇക്കാലത്ത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് നിന്റെ സ്വഭാവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി നിനക്ക് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവുമില്ല. പ്രസാദ് റാവു സർ, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? എന്റെ ഭാര്യയാകാൻ പോകുന്ന ആവണിയെ അപമാനിക്കുന്നോ? അവസരം കൊള്ളാന്ന് കരുതി അനവസരത്തില് അവസരം ഉണ്ടാക്കാൻ നിൽക്കല്ലേ. അച്ഛ, എന്തിനാ ഇങ്ങനെ പ്രാസോപ്പിച്ച് സംസാരിക്കുന്നേ? ഇതൊക്കെ ഒരു ഫ്ലോയിൽ അങ്ങ് വന്നു പോകുന്നതാ. ആവണിയെ നിങ്ങൾ എങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കും? നടന്നതൊക്കെ നിന്നോട് പറയാൻ ഞങ്ങൾക്ക് തന്നെ നാണക്കേടുണ്ട്. മുക്കുത്തി നഷ്ടപ്പെട്ടതല്ലേ പ്രശ്നം? അതെ മോനെ. നിഹായിക എല്ലാം വന്ന് വിശദമായിട്ട് പറഞ്ഞു. ബട്ട് ഞാനെന്തായാലും എന്റെ ആവണി അങ്ങനെ ഒരു കാര്യം ചെയ്തെന്ന് വിശ്വസിക്കില്ല. നിന്റെ വിശ്വാസം ആർക്ക് വേണം? ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. പ്രശ്നങ്ങളും വഴക്കും ഇല്ലാത്ത വീടുണ്ടോ ബ്രോ? എല്ലാ വീട്ടിലും ഉണ്ടാകും. അതും പറഞ്ഞ് ഒരു പെൺകുട്ടിയെ അപമാനിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുവോ? ഈ വീട്ടിൽ തെറ്റ് ചെയ്തത് ആരാണെങ്കിലും ശരി, ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അവനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പക്ഷെ എന്താ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആവനിയെ ഇനി അവിടെ നിർത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതെ, സമ്മതിക്കുന്ന പ്രശ്നമില്ല. നിങ്ങളുടെ വീടില്ലെങ്കിൽ എന്റെ ഭാവി ഭാര്യക്ക് വേറെ വീടില്ല എന്നാണ് കരുതിയത്. ഞാൻ കൊണ്ടുപോകും അവളെ. എങ്ങോട്ട്? എന്റെ ചേച്ചിയുടെ വീട്ടിലേക്ക്. കല്യാണം കഴിയുന്നവരെ ആവണി അവിടെ നിന്നോളും. നിങ്ങളെല്ലാരും ചേർന്ന് കള്ളി എന്ന് മുദ്രകുത്തി പുറത്താക്കിയ പെരുവഴിയിലാവേണ്ട അവസ്ഥ അവണിക്കില്ല. എന്റെ അവണിക്ക് ഞാനുണ്ട്, തുണയായിട്ട് ഞാനുണ്ടാകും. അവണി, നീ വെറുതെ വിഷമിക്കരുത്. നന്മയുള്ളവര് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അപമാനിക്കപ്പെടും. ഭഗവാൻ ശ്രീകൃഷ്ണൻ വരെ കള്ളൻ എന്ന വിളി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം കൃഷ്ണൻ കള്ളനാണെന്ന് അർത്ഥമില്ലല്ലോ. അവണി, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അതെ,
6-ാം തീയതി ഇവര് നിന്റെ കല്യാണം നടത്തി തന്നില്ലെങ്കിലും നീ വിഷമിക്കരുത്. ഏതെങ്കിലും ഒരു അമ്പലത്തിലേക്ക് പോയി നമുക്ക് കല്യാണം കഴിക്കാം. ഇവര് പറയുന്നത് കേട്ടു നിൽക്കേണ്ട ആവശ്യം നിനക്കില്ല. നീ വാ, നമുക്ക് പോ. ആരോപണങ്ങൾ കേട്ടു നിൽക്കേ ഉള്ളൂ. നീ എന്റെ കൂടെ വാ, പോ. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. നിനക്ക് ഇനി ഈ വീട്ടിലെ സ്ഥാനമില്ല. വേദവതി അമ്മ കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ നിൽക്കും? എന്റെ ചേച്ചിയുടെ അടുത്തേക്ക് പൊയ്ക്കോളാം ഞാൻ. നിങ്ങളുടെ കൂടെ എന്തിനു വരണം? അവണി, സിറ്റുവേഷൻ മനസ്സിലാക്ക്. നീ ഇപ്പൊ എന്റെ കൂടെ വന്നാ മതി. പോകാം, വാ. വിട് എന്നെ, വിടാൻ. ഏട്ടോ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളും കൂടി എന്നെ ഇപ്പൊ വിശ്വസിച്ചില്ലെങ്കിൽ എനിക്കത് വലിയ വിഷമാവും ഏട്ടാ. ഞാൻ വികാസിന്റെ കൂടെ പോവില്ല ഏട്ടാ. എന്നെ ഇവിടുന്ന് കൊണ്ടുപോവില്ലെന്ന് പറ. നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കാം അവണി. നീ ഒന്ന് എന്റെ കൂടെ വാ. നീ വാ. നിൽക്ക് വിക്കി. എന്തിനാ തടഞ്ഞത് നിഹാരിക? മുക്കൂത്തി തിരിച്ചു കിട്ടി. എവിടുന്ന മുള കിട്ടിയത്? സാധനങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മളത് ശരിക്കും ശ്രദ്ധിക്കാത്തത് കൊണ്ടാമ്മേ. പൂജാമുറിയുടെ പടിക്കെട്ടില് വാതിലിനടുത്തായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. എന്നോടൊരു പ്ലാൻ പറഞ്ഞ് ഇവള് മറ്റൊരു പ്ലാൻ ഓപ്പൺ ചെയ്ത് എന്തിനാ? എന്നെ വെറും പൊട്ടാനാക്കുവാണോ ഇവള്? ഒന്നുകിൽ ഞാൻ ചെന്നോ ആവനി ചെന്നോ എടുക്കാതെ മുക്കുത്തി താഴെ പോയത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആവിനെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ഈ അവസരം മുതലെടുക്കുമെന്ന് പറഞ്ഞ നിഹാരിക ഇപ്പൊ ഇങ്ങനെ ചെയ്തതെന്താ? എങ്ങനെയാ താഴെ വീണേന്ന് എനിക്ക് അറിയില്ല. അരമണിക്കൂറിന് മുമ്പ് എനിക്ക് കിട്ടിയത്. ഇവിടെ വന്നിത് അറിയിക്കാൻ നിൽക്കുമ്പോഴേക്ക് നിങ്ങള് ആവിനെ പുറത്താക്കാനുള്ള തീരുമാനം എടുത്തിരുന്നു. നിങ്ങൾ എല്ലാവരും ചേർന്ന് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഊതി വീർപ്പിച്ച് ഞങ്ങൾക്ക് ആലോചിക്കാനുള്ള സമയം പോലും തരാത്ത അവസ്ഥയാണ്. നിങ്ങൾ കാരണം അനാവശ്യമായി അവനെ കുറ്റപ്പെടുത്തേണ്ടി വന്നു. മോളെ അവനി, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഞങ്ങളോട് ക്ഷമിക്കണം മോളെ. നിഹാരിക, ശരിക്കും ഇതിന്റെയൊക്കെ എല്ലാ കാരണവും നീയാണ്. ഞാനോ? നീ അവനിയെ സംശയിച്ചതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവനിയല്ലാതെ മറ്റൊരാളും ആ മുറിയിലേക്ക് കയറാൻ സാധ്യതയില്ലാത്തോണ്ടാ നിഹാരിക അവളെ സംശയിച്ചത്. അല്ലാതെ അവൾ എന്താ തെറ്റ് ചെയ്തേ? എന്ത് പറഞ്ഞാലും ശരി, ഈ കാര്യത്തിന് ആവനിയോട് നിഹാരിക മാപ്പ് പറഞ്ഞേ പറ്റൂ. പറഞ്ഞോളാം അമ്മേ. സോറി അവനി.
മോളെ അവനി, വലിയ മനസ്സ് കാണിച്ച് മോൾ അമ്മയോട് അതൊന്നും വേണ്ടമ്മേ. എന്നോട് ക്ഷമ ചോദിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത്. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. ഈ വീട്ടില് ചേട്ടനും ചേച്ചിയും അനിയത്തിയും നാത്തൂനും അളിയനുമൊക്കെ എല്ലാവരും എന്റെ ബന്ധുക്കളാണ്. എല്ലാ കുറ്റപ്പെടുത്തലുകളും കേട്ടെനിക്ക് ശീലമായി. എന്നെ കുറ്റപ്പെടുത്തിയും നിങ്ങൾക്ക് ഉപശീലായി. ഒരേ ഒരു പരാതിയുള്ളൂ എനിക്ക്. ചില സത്യങ്ങൾ അറിയാൻ കുറെ സമയമെടുക്കും. അതിനകം ഒരു തീരുമാനം എടുക്കല്ല. നേരത്തെ ഒരു ഫ്ലോയില് എന്തൊക്കെയോ പറഞ്ഞു. അതൊന്നും നിങ്ങളാരും മനസ്സിൽ വെക്കരുത്. ഞങ്ങളുടെ കല്യാണം നിങ്ങൾ നടത്തി തന്നാൽ മതി. അമ്മ അതിന് ഇതൊന്നും മനസ്സിൽ വെക്കാൻ പോകുന്നില്ല വിക്കി. നീ പോവാൻ നോക്ക്. ഞാൻ ഒന്ന് പ്രതീക്ഷിച്ചു വന്നപ്പോ ഇവിടെ മറ്റെന്തോ നടന്നു. നിന്നോടാ ഞാൻ പറഞ്ഞത്, പോവാൻ നോക്ക്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ മോനെ. പോയി വരാം അങ്കിൾ. ശരി മോനെ. തരാം ഞാൻ. എന്നോടിപ്പോ നല്ല ദേഷ്യം തോന്നുന്നുണ്ടല്ലേ? ദേഷ്യമൊന്നുമല്ല, നിന്നെ ഇപ്പൊ കൊന്നു കളയാനാ എനിക്ക് തോന്നുന്നേ. ഇന്നലെ നീ പറഞ്ഞ എന്താ, ഇന്ന് നീ ചെയ്തത് എന്താ? പുറത്തൊരു പോസ്റ്റർ ഒട്ടിച്ച് അകത്ത് വേറെ സിനിമ ഇട്ട പോലെ കളിപ്പിക്കുവാണോ നീ? വികാസിനെ ബേസിൽ ജോസഫ് പടത്തിലെ കോമഡി ക്യാരക്ടറാണെന്ന് കരുതിയോ? ഷാജി കൈലാസ് പടത്തിലെ സീരിയസ് വില്ലനാണെന്ന് നിനക്കറിയില്ലേ? എന്തിനാ എന്നോട് ഇങ്ങനെ കളിക്കുന്നേ? എന്നോട് ഇത്തരം കളികൾ പ്രശ്നമാണെന്ന് നിനക്കറിയില്ലേ? മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് എത്ര അപകടമാണോ, നീയും അത്ര അപകടം പിടിച്ചവനാണെന്ന് എനിക്കറിയാം വിക്കി. എന്നിട്ട് നീ എന്തിനാ പിന്നെ അങ്ങനെ ചെയ്തേ? സീനിൽ ഇടയിൽ കയറി വരാൻ പറഞ്ഞു, അവനെ കുറിച്ച് 4 നല്ല വാക്ക് പറയാൻ പറഞ്ഞു, കഥയും സ്ക്രിപ്റ്റും മൊത്തം പറഞ്ഞു, അവസാനം പൊട്ടനാക്കി വിട്ടു. വിക്കി, ഞാൻ എന്ത് ചെയ്താലും അതിന് പുറകിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാകും. എന്നാ അത് എന്നോടും കൂടെ പറയണ്ടേ? പിന്നെ പറഞ്ഞു തരാം. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്, ഇപ്പൊ തന്നെ പറ. ഇടയ്ക്ക് എപ്പോഴോ സീനിലേക്ക് കയറി വന്ന നിനക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടെങ്കിൽ എന്നും ഇത്രയും പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന എനിക്ക് എത്ര ടെൻഷൻ ഉണ്ടാകും? നമുക്കെല്ലാം പിന്നീട് സംസാരിക്കാം. ആദ്യം നീ പോ. ശരിക്കും എന്റെ ക്യാരക്ടർ ഇതല്ല. ആഗ്രഹിച്ചത് സ്വന്തമാക്കാൻ ഞാൻ ഒരിക്കലും ഇത്ര കാത്തിരിക്കാറില്ല. അവനിക്ക് വേണ്ടിയാ ഇതൊക്കെ സഹിക്കുന്നേ. അവളെ ഇവിടുന്ന് കൊണ്ടുപോകണോ ഞാൻ? എന്റെ ക്യാരക്ടറും ഇതല്ല. ശ്രീകരനെ സ്വന്തമാക്കാൻ വേണ്ടി കുറച്ച് ക്ഷമ കാണിക്കാതെ വേറെ വഴിയില്ല. ധൃതി കാണിക്കരുത്. കയ്യിലെത്തിയത് വായിലാകാതെ പോകില്ല. 6-ാം തീയതി ആകുന്നത് വരെ തലയിൽ ഐസ് ക്യൂബ്സ് കൊണ്ടുവച്ച് കൂളായിട്ടിരിക്കെ. കല്യാണം കഴിഞ്ഞാ പിന്നെ ആ ഐസ് ക്യൂബ്സ് എടുത്തിട്ട് മദ്യത്തിലിട്ട് അവനിയെ മുന്നിലിരുത്തിയിട്ട് നീ എന്താണെന്ന് വെച്ചാ ചെയ്തോ, അതുപോരെ. അതിനുള്ളിൽ എന്തൊക്കെ ടിസ്റ്റ് ഉണ്ടാകുമോ എന്തോ. ഇവിടെ ഇവൻ ചിന്തിച്ചത് എന്തൊക്കെയാണോ, അവിടെ എന്റെ ഗ്യാങ്ങിലുള്ളവരും ഇതൊക്കെ തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. അമ്മയുടെ കുടുംബത്തിനും അമ്മയുടെ വംശം തലമുറകളായി ആചരിക്കുന്ന ചടങ്ങുകൾക്കും ചേരുന്നൊരു ജാതകം എനിക്കുണ്ടാവില്ലായിരിക്കാം. അന്നപൂർണാദേവി ഒരുപാട് സന്ദർഭങ്ങളിൽ എന്നോട് കരുണ കാണിച്ചിട്ടുണ്ട്. ഇവർക്ക് വേണ്ട ജാതകത്തിൽ പിറന്ന നിഹാരിക്കയ്ക്ക് പോലും ചില സമയം അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല.
പക്ഷെ എനിക്ക് പലപ്പോഴും ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എന്നും മുക്കുത്തി മോഷ്ടിക്കപ്പെട്ട വിഷയത്തിലും എന്റെ മേൽ ആരോപിച്ച കുറ്റങ്ങൾ ഇല്ലാതെയാക്കി. എനിക്കുണ്ടാവുന്ന ഓരോ പ്രയാസത്തിലും അമ്മ എനിക്ക് കൂടെ തുണയായിട്ടുണ്ട്. നിഹാരിക ശ്രീകരേട്ടനെ കല്യാണം കഴിക്കുന്നതിനകം അവളെക്കുറിച്ച് എല്ലാവർക്കും അറിയാൻ വേണ്ടത് ചെയ്ത് ആ കല്യാണം എനിക്ക് മുടക്കാൻ സാധിച്ച എന്നെയും എന്റെ ഏട്ടനെയും പിന്നെ ആരും വേർപെടുത്തില്ല. അച്ഛാ, അത്ര ചെയ് എന്തിനാ? ഒന്നു പോരെ? ഒരിക്കലും മതിയാവില്ല. നമ്മളെ പോലുള്ളവർക്ക് മതിയാവില്ല. എന്താണെന്നറിയോ, എപ്പോഴും നമ്മൾ നിഹാരിക പറയുന്നത് കേട്ട് നിഹാരികയുടെ പുറകെ വാലുവാട്ടി പട്ടി പോകുന്നത് പോലെ പോകുന്നുണ്ടല്ലോ. അതുകൊണ്ട് എത്ര ചേ പറഞ്ഞാലും മതിയാവില്ല. ശരിയായിട്ടാ, അവനീ നിഹാരികൻ കളിക്കുന്ന ഗെയിമില് നമ്മൾ എല്ലാവരും വലഞ്ഞോണ്ടിരിക്കുക. നിഹാരിക ഓരോന്ന് ചെയ്തു വെച്ചിട്ട് അവസാനം വെഡ്ഡികളാകുന്നത് നമ്മളാ. നാണമില്ലാത്ത എനിക്ക് പോലും നാണം തോന്നുന്നുണ്ടെങ്കിൽ എന്തൊരു കഷ്ടമായത്. ശകുനിയെ പോലെയുള്ള ഞാൻ, നന്ദനെ പോലെയുള്ള നിന്റെ അമ്മ, ശൂർപ്പണകയെ പോലെയുള്ള ചേച്ചി, അപ്പൊ ഞാനോ? കൂട്ടിരാക്ഷസിയെ പോലുള്ള നീയും, നമ്മളെല്ലാവരും ഇത്രയും നാള് നിഹാരിക പറഞ്ഞ കാര്യങ്ങളാണ് ഫോളോ ചെയ്തത്. ഇനി നമ്മൾ നിഹാരികയെ ഫോളോ ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ ശക്തി കൊണ്ട് ആവനിയെ പുറത്താക്കും. എന്തു പറയുന്നു? നിങ്ങൾ പറഞ്ഞ വിശേഷണം ഞങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾ പറഞ്ഞത് സത്യമായിട്ടാ. ഇനി നമ്മൾ നിഹാരികയെന്ന് അകലം പാലിക്കണം. നിഹാരിക ഇവിടുത്തെ മരുമകളായ നമുക്കൊരു ഹെൽപ്പ് ആയിരിക്കുമെന്നല്ലേ വിചാരിച്ചത്. പക്ഷെ എനിക്കിപ്പോ അങ്ങനെ ഒരു വിശ്വാസം ഇല്ല. അത് ശരിയാ. ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലീഡറെ ഒന്ന് മാറ്റാൻ ആഗ്രഹമുണ്ട്. മുമ്പത്തെ പോലെ നീ ഇനി ഞങ്ങളുടെ ലീഡർ. അതെ ചേച്ചി, നിങ്ങളുടെ ലീഡർഷിപ്പിന് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. നിഹാരിക കാരണം വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ജയ ഹോ ലാവണ്യ. നിങ്ങൾ വീണ്ടും എന്നെ ലീഡറായിട്ട് തെരഞ്ഞെടുത്തത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. എന്താ അത്? നിഹാരിക കാരണം എപ്പോഴും നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത് കൊണ്ട് മുക്കുത്തി മിസ്സായ കാര്യത്തില് പ്രധാന കഥാപാത്രം നിഹാരികയാന്ന് അമ്മയോട് പോയി പറയാം. അങ്ങനെ സംഭവിച്ചാൽ നിഹാരിക ഇവിടുന്ന് പുറത്താക്കൂലേ? വരാൻ പോകുന്നതിനെ തടയാൻ കഴിയില്ല. നിങ്ങൾ വാ. ചേച്ചി പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ഡെയർ സ്റ്റെപ്പ് എടുക്കാതെ വേറെ വഴിയില്ല. വാ വാ, നടക്ക് നടക്ക്. വാ. ഞാൻ വിശ്വസിച്ച എന്റെ സൈന്യം തന്നെ എന്നെ കെണിയിൽ പെടുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണെന്ന് സാരം. പിന്നെ വേറെന്താ വേണ്ടത്? നിന്നെ വിശ്വസിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. പറയുന്ന കാര്യങ്ങളും ചെയ്യുന്നതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇനി നിന്റെ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾക്ക് വേണ്ട. ഈ ഉദ്യമം തടയാൻ നിനക്കാവില്ല. വലിയ കാര്യത്തിൽ നിങ്ങൾ ബഹളം വെക്കുന്നുണ്ടല്ലോ. രാത്രി സംഭവിച്ച കാര്യം അറിഞ്ഞാ നിങ്ങൾക്കൊക്കെ അറ്റാക്ക് വരും. ഞാനായതുകൊണ്ട് ധൈര്യത്തോടെ നേരിട്ടത്. അവനെ എങ്ങാനും പേടിപ്പിച്ചോ? എനിക്കതിന് മനുഷ്യരെ പേടിയില്ലല്ലോ. വല്ല പ്രേതത്തെയും കണ്ടോ നീ? ഞാനല്ലേ ഇവിടുത്തെ പ്രേതം. പിന്നെന്താ ഉണ്ടായത്? രാത്രി ലൈവായിട്ട് ഞാനൊരു ശക്തിയെ കണ്ടു. ശക്തിയോ? അതെ. അതെന്താണെന്നോ? ആരാ അവിടെ?
പുറത്തുനിന്ന് എന്തോ ശബ്ദം കേട്ടപ്പോ ഞാൻ വെറുതെ ഓരോന്ന് ഊഹിക്കുന്നതാ. അതല്ലാതെ ഒന്നുമില്ല.